ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ വിയോഗം ചാലിശ്ശേരി ഇടവക വിശ്വാസികൾക്ക് നൊമ്പരമായി. ശ്രേഷ്ഠ ബാവായുടെ സപ്തതി ആഘോഷം ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ 1998 സെപ്റ്റംബർ 3 യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബൂന്മാർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ സപ്തതി ആഘോഷങ്ങൾ നടന്നത്. 70ാം പിറന്നാളിനെ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തി ഗ്രാമമായ ചാലിശ്ശേരിയിലെത്തി ലളിതമായ രീതിയിൽ ആഘോഷിക്കാനുള്ള വിശ്വാസികളുടെ തീരുമാനം നിറഞ്ഞ മനസ്സോടെ തിരുമേനി സ്വീകരിക്കുകയായിരുന്നു. തൃശൂർ ഭദ്രാസനത്തിൽ തോമസ് മാർ ദിവനാസിയസ് മെത്രാപ്പോലിത്തയുടെ സപ്തതി ആഘോഷം ചാലിശ്ശേരിയിലെത്തി ഉദ്ഘാടനം ചെയ്ത് കൽദായ സുറിയാനി സഭയുടെ മാർ അപ്രേ മെത്രാപ്പോലിത്തയായിരുന്നു. സപ്തതി ആഘോഷത്തിൽ പങ്കെടുത്ത മലങ്കര വീത്ത് സഭയുടെ പൗലോസ് മാർ പീലക്സിനോസ്, സിംഹാസന പള്ളികളിലെ ബെന്യാമിൻ മൊറസ്താത്തിയോസ് എന്നിവരും വിശ്വാസികളുടെ ഓർമ്മയിൽ നിലനിൽക്കുന്നു. തിങ്ങി നിറഞ്ഞ വേദിയിൽ ജീവൻ നന്മകളെക്കുറിച്ചും മനുഷ്യൻ നേടിയ സൗഭാഗ്യങ്ങളെക്കുറിച്ചും കുറഞ്ഞ വാക്കുകൾ അദ്ദേഹം സംസാരിച്ചു. ശ്രേഷ്ഠ കാതോലിക്ക ആബൂന്മാർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ വിയോഗം ചാലിശ്ശേരി ഇടവക വിശ്വാസികളെ ദുഃഖത്തിലാഴ്ത്തി. യാക്കോബായ സുറിയാനി സഭയുടെ തൃശൂർ ഭദ്രാസനത്തിൽപ്പെട്ട ചാലിശ്ശേരി ഇടവകയുമായി ഇദ്ദേഹത്തിന് ദീർഘകാല സ്നേഹവും നിരവധി വിശ്വാസികളുമായി വ്യക്തിബന്ധവും കാത്തുസൂക്ഷിച്ചിരുന്നു. 1982 തൃശൂർ ഭദ്രാസനത്തിലായിരുന്ന കാലത്ത് ഇടവകയിലെ എല്ലാ വീടുകളും സന്ദർശിച്ച് പ്രാർത്ഥന നടത്തിയിരുന്നത് വിശ്വാസികൾക്ക് മറക്കാൻ കഴിയാത്ത ഓർമ്മയാണ്. 1987 വിശുദ്ധ സൂനോറ സ്ഥാപിക്കുന്നതിലും സഹകാർമ്മികനായി. ദീർഘകാലം ദേവമാതാവിന് 8 നോമ്പ് പെരുന്നാളിൽ ഒരു ദിവസമെങ്കിലും ചാലിശ്ശേരിയിൽ ബാവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. കൂടാതെ കോട്ടക്കൽ ആര്യവൈദ്യശാലയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്ന സമയത്തും ചാലിശ്ശേരിയിൽ തങ്ങിയിരുന്നു. 1996-97 ഇടവകയിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസികൾക്കൊപ്പം നിന്ന് ആശ്വാസമേകി. ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി സ്ഥാനാരോഹണത്തിന് ശേഷം 2002 ഡിസംബർ 21 ചാലിശ്ശേരി ഇടവക രാജകീയ സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയത്. ഗജവീരന്മാരുടെ അകമ്പടിയോടെ ഹംസരഥത്തിലാണ് ബാവയെ എതിരേറ്റത്. 2006 പള്ളി മൂറൻ അഭിഷേക കൂദാശയും ഇടവകയോടുള്ള പ്രത്യേക സ്നേഹത്തെയും കരുതി കുന്നംകുളം പ്രദേശത്ത് ആദ്യമായി പരിശുദ്ധ എൽദോ ബാവയുടെ തിരുശേഷം സ്ഥാപിച്ചതും ബാവയായിരുന്നു. 2016 പള്ളിയിൽ സ്ഥാപിച്ച കൊടിമരം കൂദാശിക്കും 2019 ശ്രേഷ്ഠ ബാവ പള്ളിയിലെത്തി. 2020 ആഗസ്റ്റ് 20 പള്ളി നഷ്ടപ്പെട്ടപ്പോൾ ബാവ ഏറെ ദുഃഖിതനായിരുന്നു. ബാവ പ്രായാധിക്യം വകവയ്ക്കാതെ 2021 നവംബറിലാണ് ഏറ്റവും അവസാനം ചാലിശ്ശേരി പള്ളിയിലെത്തിയത്. ഒരിക്കൽ പരിചയപ്പെട്ടാൽ ഏത് തിരക്കിനിടയിലും അവരുമായി സ്നേഹം പങ്കിടാൻ ബാവയ്ക്ക് കഴിയുമായിരുന്നു. ദുഃഖസൂചകമായി ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിയിൽ കറുത്ത കൊടി ഉയർത്തി. വികാരി ഫാദർ ബിജു മൂങ്ങാങ്കുന്നേൽ, ഫാദർ തോമസ് സ്റ്റീവൻ എന്നിവർ പ്രാർത്ഥനയും നടത്തി. ഇടവക മാനേജിംഗ് കമ്മിറ്റി, ഭക്തസംഘടനകൾ എന്നിവർ അനുശോചിച്ചു.